10ാം ക്ലാസ്സിന് ശേഷം ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണമെന്നതും പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നുള്ളതും ഓരോ വിദ്യാർത്ഥിയുടെയും കരിയർ ജീവിതത്തിന്റെ നിർണായക തീരുമാനങ്ങളാണ്. അതിനാൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം ഒരു സ്ട്രീം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം കൂടുതൽ ആസ്വാദ്യകരവും ഫ്രസ്ട്രേഷൻ ഇല്ലാത്തതുമാകാൻ സഹായിക്കും. അതിനാൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. ആദ്യമായി ഒരു സൈക്കോമെട്രിക് അനാലിസിസ് തിരഞ്ഞെടുക്കുക. ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു സൈക്കോമെട്രിക് അനാലിസിസ് ചെയ്യുന്നത് എപ്പോഴും ഉചിതമായിരിക്കും. നിങ്ങളുടെ സ്വാഭാവിക കഴിവുകൾ, അതായത് ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ താല്പര്യങ്ങൾ അഥവാ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്നിവയെല്ലാം ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു. വെറും ഒരു തോന്നൽ എന്നതിലുപരി ശാസ്ത്രീയമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ അത് വിവേകമുള്ള തീരുമാനമായിരിക്കും. 2. ഐഡന്റിഫൈ യുവർ ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഒരു കാര്യത്തോടുള്ള താല്പര്യം മാത്രം പോരാ, അത് പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് പരിശോധിക്കണം. ഉദാഹരണമായി, സയൻസ് എടുക്കാൻ തീരുമാനിച്ച വിദ്യാർത്ഥി ലോജിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും പോലുള്ള കഴിവുകൾ തനിക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 3. വ്യക്തിത്വത്തിന് യോജിച്ച മേഖല അഥവാ പേഴ്സണാലിറ്റി മാപ്പിംഗ്. നിങ്ങൾ ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്ട്രോവേർട്ട് ക്യാരക്ടറാണോ, അതോ തനിയെ ഇരുന്ന് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇൻട്രോവേർട്ട് ക്യാരക്ടറാണോ? നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരാത്ത തൊഴിൽ മേഖല തിരഞ്ഞെടുത്താൽ പിന്നീട് അതോർത്ത് വിഷമിക്കേണ്ടി വരും. 4. സ്ട്രീമും കോഴ്സും തമ്മിലുള്ള ബന്ധം. അലൈൻമെന്റ് വിത്ത് ലോങ് ടേം ഗോൾ. ഭാവിയിൽ നിങ്ങൾ ഏത് പ്രൊഫഷനിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മുൻകൂട്ടി ചിന്തിക്കുക. ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സയൻസും, ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലെയുള്ള മേഖലകളിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കൊമേഴ്സും തിരഞ്ഞെടുക്കുന്നത് വഴി കൃത്യമായ അടിത്തറ പാകാൻ സഹായിക്കും. 5. ഉപരിപഠന സാധ്യതകൾ. എക്സ്പ്ലോർ ഫ്യൂച്ചർ സ്കോപ്പ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ട്രീമിന് ശേഷം വരാൻ പോകുന്ന കോഴ്സുകളെ പറ്റി പഠിക്കുക. കാലഹരണപ്പെട്ട കോഴ്സുകളെ പറ്റി മനസ്സിലാക്കുന്നതിനൊപ്പം വരാൻ പോകുന്ന കോഴ്സുകളെ പറ്റി പഠിക്കുക. 6. സിലബസ് വിശകലനം. പ്ലസ് ടുവിനും അതിനുശേഷം വരാൻ പോകുന്ന ഡിഗ്രി തലത്തിലുമുള്ള പഠന വിഷയങ്ങളും സിലബസും ഏതെന്ന് നോക്കി മനസ്സിലാക്കുക. ആ വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുക. 7. തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ അഥവാ മാർക്കറ്റ് ട്രെൻഡ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയവ നമ്മൾ തിരഞ്ഞെടുക്കുന്ന തൊഴിൽ മേഖലയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഡിജിറ്റൽ യുഗത്തിന് ഏറ്റവും അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 8. വിദഗ്ധരുടെ ഉപദേശം തേടുക. കൺസൾട്ട് എ കരിയർ കൗൺസിലർ. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളെയോ വേണ്ടപ്പെട്ടവരുടെയോ നിർബന്ധത്തിന് വഴങ്ങിയല്ല കോഴ്സുകൾ തീരുമാനിക്കേണ്ടത്. ഒരു പ്രൊഫഷണൽ കരിയർ കൗൺസിലറിന്റെ സഹായത്തോടെ സൈക്കോമെട്രിക് അനാലിസിസ് പോലെയുള്ള ശാസ്ത്രീയ മാർഗങ്ങളുടെ പിന്തുണയോടുകൂടി കരിയർ തീരുമാനിക്കുക. 9. സാമ്പത്തിക ആസൂത്രണം. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. ഉപരിപഠനത്തിനുള്ള ചിലവുകൾ മുൻകൂട്ടി മനസ്സിലാക്കുക. സ്കോളർഷിപ്പുകൾ, ലോൺ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നാൽ അതിന് യോജിച്ച കോഴ്സുകളും കോളേജുകളും തിരഞ്ഞെടുക്കാൻ സഹായിക്കും. 10. സ്വന്തമായ തീരുമാനമെടുക്കുക. ടേക്ക് ഓണർഷിപ്പ് യുവർ ഡിസിഷൻ. മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടോ കൂട്ടുകാർ നിർബന്ധിച്ചതുകൊണ്ടോ ഒരു സ്ട്രീമും ഒരു കോഴ്സും തിരഞ്ഞെടുക്കരുത്. നിങ്ങളുടെ കരിയർ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഉറച്ചു വിശ്വസിക്കുക. ഏതൊരു തീരുമാനത്തിന് പിന്നിലും ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കരിയർ ക്ലാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ഗുഡ് ബൈ. താങ്ക് യു.